നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കൈ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി ആകത്തുണ്ട് ചെന്നാട്ടെ. നിന്നെ വെളുപ്പം രാവിലെ എന്റെ നേർക്ക് നീട്ടിയ നാണയമില്ലയോ, അതെന്റെ തന്നെ ഇരുന്നോട്ടെ. നീ എന്നെ വാലടച്ചേരെ. എന്താ പേര്? കൃഷ്ണൻകുട്ടി, സുരേഷം. തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ടി നാട്ടിലേക്ക് പോന്നു. മണ്ടത്തരായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. സ്വപ്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീ ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നിങ്ങൾ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അടൽച്ചൊള്ളിയോ? വൈകല്യം. ഹാൻഡിക്രാഫ്റ്റ്. മൂത്ത മകൻ ജന്മനാണ്. ബ്ലിൻഡ്. ഇളയവന്റെ കേൾവി. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്നാൽ അവറ്റകളോ കണ്ണു തെറ്റിയാൽ വിളിച്ചാടും. ബ്ലഡി ഫെലോസ്. രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. രണ്ട്, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യും. എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി.